പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ രോഗങ്ങളെ ഇല്ലാതാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സുഹൃത്തുക്കളെ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനിയും ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മളെ രോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ കഫം, പിത്തം, വാദം, ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ നിയന്ത്രണത്തിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ 90% രോഗങ്ങളും ഇല്ലാതാക്കാൻ പറ്റും. അതിന് പ്രധാനമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ ഭക്ഷണത്തിന്റെ ഇടയിൽ നമ്മൾ വെള്ളം കുടിക്കുന്നത് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ രോഗങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. നമ്മൾ രാവിലെ ഉറക്കം എണ്ണീറ്റ് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചെറു ചൂടോടുകൂടി ഒരു 2-3 ഗ്ലാസ് വെള്ളം നമ്മൾ കുടിക്കുക. ഇത് നമുക്ക് നല്ലതാണ്. നമ്മളെ വയറ്റിന് നല്ല ശോചനവും കാര്യങ്ങളും അതും ഇതുമൊക്കെ ഉണ്ടാവാൻ നല്ലൊരു സംഭവമാണ് ഈ വെള്ളം കുടി. അതിന്റെ ഇടയിൽ നമുക്ക് ദോഷം ചെയ്യുന്ന വെള്ളം കുടി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ വെള്ളം കുടിക്കുന്നത് നിർത്തലാക്കുക. അത് ഒഴിവാക്കി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭക്ഷണം നമ്മളെ വയറ്റ് ആമാശയത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് ഒരു പ്രോസസ്സിങ് നടക്കും. അതായത് നമ്മൾ അഗ്നിയിൽ കൂടാണ് നമുക്കുള്ള ഈ ആഹാരം ദഹിപ്പിക്കുന്നത്. ഈ അഗ്നിയും വെള്ളവും എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ശത്രുക്കളെ പോലാണ് പെരുമാറുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ അഗ്നി അണയ്ക്കാൻ വെള്ളത്തിന് കഴിയും, വെള്ളത്തിനെ തിളപ്പിച്ച് നീരാവിയാക്കി കളയാൻ അഗ്നിക്കും കഴിയും. അതുകൊണ്ട് നമ്മൾ അഗ്നി കെട്ടുപോകാതിരിക്കാൻ നമ്മൾ ഈ ഭക്ഷണത്തിന്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കരുത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ച് ഒരു 45 മിനിറ്റ് ഈ അഗ്നിയിൽ കൂടാണ് നമ്മളെ ദഹനങ്ങൾ ഉണ്ടാവുന്നത്. ഇത് നമ്മൾ ഉടനെ വെള്ളം കുടിക്കുമ്പോൾ ഈ അഗ്നി അണയുകയും നമ്മളെ ഈ പ്രശ്നങ്ങൾ ആമാശയത്തെ കെട്ടിക്കിടന്ന് നമുക്ക് പല അസുഖങ്ങളും ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഭക്ഷണത്തിനിടയ്ക്ക് വെള്ളം കുടിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കവിള് വെള്ളം നമ്മൾ കുടിക്കുക. അതല്ല നമുക്ക് രാവിലത്തെ ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ നല്ല പഴച്ചാറോ വല്ല ജ്യൂസോ അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങൾ നമ്മൾ കുടിക്കുക ഭക്ഷണത്തിന്റെ കൂടെ. അത് അല്ലെന്നുണ്ടെങ്കിൽ ഉച്ചലത്തെ ഭക്ഷണത്തിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ സംഭാരമോ അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങൾ, മോരോ അങ്ങനെയുള്ള തൈരോ എന്തെങ്കിലും അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങൾ കുടിക്കുക. രാത്രിത്തെ ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ നല്ല ചൂടാറിയ പാല് നമ്മൾ കുടിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇത് കഴിഞ്ഞിട്ട് 45 മിനിറ്റിന് മുമ്പ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് 45 മിനിറ്റിന് മുമ്പ് നമ്മൾ വെള്ളം കുടിച്ചിരിക്കണം. അത് കഴിഞ്ഞ് 45 മിനിറ്റ് ഭക്ഷണം കഴിഞ്ഞ് 45 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം കുടിക്കാവൂ. ഇത് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള 90% രോഗങ്ങളും വിട്ടകന്നു പോകും. ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളെ മുന്നിൽ വെക്കാനുള്ളത്. പലർക്കും ഇത് സാധിക്കാത്ത കാര്യമാണ്. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ, നിങ്ങളെ രോഗങ്ങൾ മാറിപ്പോകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. ബൈ ബൈ.